സർ, മെഡിക്കൽ ടൂറിസത്തിന്റെ പേരിൽ അവയവ കച്ചവടം നടക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ വ്യക്തമായ കൃത്യതയോടെയുള്ള ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇപ്പോഴിതാ ഇഡി നേരിട്ടിറങ്ങുകയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ അന്വേഷിക്കാൻ. മെഡിക്കൽ ടൂറിസത്തിന്റെ പേരിൽ ഇത്രയും വലിയ ക്രൂരതകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം? ഒപ്പം ഇഡിയുടെ അന്വേഷണത്തെക്കുറിച്ചും എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? ഈ അവയവ കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം, സ്വർണ മാഫിയ, അതുപോലെ തന്നെ കോടികളുടെ ആസ്തിയുള്ള വലിയ കൊള്ളയാണ്. അതിൽപ്പെട്ട വലിയൊരു കൊള്ളയാണ് ഈ അവയവ കച്ചവടം. ഇതില് നമുക്ക് വിഷമിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ. പക്ഷേ കഴിഞ്ഞ മാസം തന്നെ മെഡിക്കൽ ടൂറിസത്തിന്റെ പേരിൽ കാസർകോട്ടുകാരനായ മുഹമ്മദ് നജീബ് എന്ന് പറയുന്ന കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ ഓണറാണ് ഇദ്ദേഹത്തിനെ കഴിഞ്ഞ മാസം തന്നെ ഇഡി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇതവിടെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഭാഗമായി അന്വേഷണം തുടർന്ന് വന്നപ്പോഴാണ് ഇപ്പോ കേരളത്തിൽ 10 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചെക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ അറിയാലോ, കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളായ കാസ്റ്റർ, ലേക്ക് ഷോർ, അല്ലെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ, കിംസ്, അങ്ങനെ ഒരു 10 ഹോസ്പിറ്റൽ, രാജഗിരി ഹോസ്പിറ്റൽ, ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇഡി ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇഡിക്ക് ഈ കേസിന്റെ പ്രധാന തെളിവുകളായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ മുഹമ്മദ് നജീബിന്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കോടികളാണ് ഈ ഹോസ്പിറ്റലുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വന്നിരിക്കുന്നത്. ഇത് വലിയൊരു തെളിവാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങൾ എടുക്കാം. അതായത് ഈ അവയവം എങ്ങനെയാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. അതായത് ഇവിടെ ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സാധാരണക്കാരെ ബ്രെയിൻ ഡെത്ത്, അതായത് മസ്തിഷ്ക മരണം നടത്തി അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് അവർക്ക് ചെറിയ എന്തെങ്കിലും പൈസ ഓഫർ കൊടുത്ത് ആ ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് കച്ചവടം ചെയ്യുന്ന വളരെ നീചമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ അവയവദാനം എന്ന പേരിൽ നടക്കുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയാണ് എന്നതാണ് വിഷയം. എന്തായാലും കൂട്ടുനിൽക്കുകയാണെങ്കിലും ഈ പണി ചെയ്യുന്നത് ഡോക്ടർമാർ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ആ രേഖകൾ ഉണ്ടാക്കുന്നതിൽ ഞെട്ടിപ്പോയ ചില സംഭവങ്ങളുണ്ട്. അതായത് എറണാകുളം MP ഹെബി ഈഡിന്റെ ലെറ്റർ പാഡ്, അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരുടെ ലെറ്റർ പാഡുകൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നു. അത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ അറിയാതെയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതിനെ ഡോക്യുമെന്റേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അവയവ കച്ചവടങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇതിനു വേണ്ടിയിട്ട് പൊരുതിയൊരു ഡോക്ടറുണ്ട്, എസ് ഗണപതി, കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയാണ്. ഇദ്ദേഹം കുറെ കാലം മുന്നേ, അതായത് 2007 അല്ലെങ്കിൽ 2000 തന്നെ അദ്ദേഹം ഇതിനെതിരെ പുറത്തു വന്ന് വളരെയധികം ശക്തമായിട്ട് ഇതിന് കംപ്ലൈന്റ് കൊടുക്കുക, ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങിയ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് ഡോക്ടർ എസ് ഗണപതി. ഇപ്പോഴും അദ്ദേഹം അതിന്റെ പിന്നിൽ തന്നെയാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ ഇവിടുത്തെ സാധാരണക്കാരനെ ക്രൂരമായി കൊന്ന് അവയവം മുറിച്ചെടുത്ത് കച്ചവടം ചെയ്യുന്നത് ഇവിടുത്തെ ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ കേരളത്തിലാണ് ഇതിന്റെ കേന്ദ്രം. അപ്പോ ഇതിന് നിൽക്കുന്ന ഇവിടെ ഭരിച്ചവരാരായാലും, ഞാൻ ഒരാളെ എടുത്തു പറയുന്നില്ല, ഇവരൊക്കെ ഇതിന് നിന്നുകൊണ്ട് ഈ കച്ചവടത്തിന് നിൽക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ഇതിന് സങ്കടമായ അവസ്ഥയാണ്. ഇപ്പൊ ഡോക്ടർ എസ് ഗണപതി അതിന് ഫൈറ്റ് ചെയ്തു. അതായത് ഇവര് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അദ്ദേഹം ആദ്യം
ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. 7 കോതമംഗലത്ത് ഒരു എബിൻ എന്ന് പറയുന്ന ഒരു 18കാരൻ മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ പയ്യന് 18 വയസ്സുകാരന് ശരിയായ മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകാതെ ഹോസ്പിറ്റലൈസേഷൻ ആയി ഇമ്മീഡിയറ്റ്ലി, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് പ്രഖ്യാപിച്ചിട്ട് ഇവർ ചെയ്ത ക്രൂര ഹത്യ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. ഇത് കണ്ടിട്ടാണ് ഗണപതി എന്ന് പറയുന്ന ഡോക്ടർ ഇതിനെതിരെ പോരാടാൻ ഇറങ്ങിത്തിരിച്ചത്. നമ്മളൊന്ന് ഓർക്കണം, ഇദ്ദേഹം ഇതിനെ ഇറങ്ങിത്തിരിച്ചപ്പോ ഇദ്ദേഹം ഡോക്ടറല്ല, വ്യാജനാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ ഈ മാഫിയ ഇറങ്ങി. സത്യത്തിൽ ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ആളാണ്. അത് കഴിഞ്ഞ് MS തിരുനെൽവേലി സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ആളാണ്. എന്നിട്ട് പോലും ഇദ്ദേഹത്തിന് വ്യാജ ഡോക്ടറെ എന്ന് പറഞ്ഞു വരുത്തി. ഇനി അതിനെക്കാട്ടി വലിയൊരു സംഭവം കൂടി ഇതിനെ കൂട്ടിക്കണക്റ്റാൻ നമുക്ക് ശ്രമിക്കാം. അതും എത്രയാണ് സത്യമുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ജോർജ് P. അബ്രഹാം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വാർത്ത നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അത് ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് ആരും ചോദിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പരിചയവും മികവും എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വയസ്സ് 77. സമൂഹത്തിനൊരു മാതൃക പുരുഷനാണ്. സമൂഹത്തിന് ഇനി അയാൾ ജോലി തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേണ്ടത്ര പൈസയായി എല്ലാമായി അയാളുടെ മകൻ ഇതേ ഡിപ്പാർട്ട്മെന്റിൽ ലേക്ഷോറിൽ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആ ആത്മഹത്യ ചെയ്തു എന്ന് പറയത്തിൽ പോലും അവിടെ ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അതിന്റെ 4 ദിവസം മുന്നേ പ്രസിദ്ധനായ ഒരു സിനിമാ താരത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി വീക്കെൻഡിൽ ശനിയാഴ്ച നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ ആത്മഹത്യ ചെയ്തു പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു. വളരെ നിസ്സാരമായിട്ട് ഒരു അന്വേഷണവുമില്ല, ഒരു കാര്യവുമില്ല. അത് ആത്മഹത്യ കുറിപ്പ് കിട്ടി, ഒരു ചെറിയ ഒരു താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. അങ്ങനെ ആ സംഭവം അവിടെ അവസാനിച്ചു. ആരും ഇവിടെ ശബ്ദിച്ചില്ല, ആരും പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരനും ചോദ്യം ചെയ്തില്ല, ഒരു രാഷ്ട്രീയക്കാരനും ശബ്ദം ഉണ്ടാക്കിയില്ല. അപ്പൊ ആ സംഭവം വളരെ ദയനീയമാണ്. ആരും അത് കുത്തിപ്പൊന്തിച്ചില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ അവയവ മാഫിയയുടെ ആ വലിയ ശക്തിയെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇനി ഈ മറ്റുള്ള രാജ്യങ്ങളിൽ, അതായത് ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ തേർഡ് കൺട്രീസ് എന്ന് പറയും, അതായത് യൂറോപ്പ് ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതിനൊക്കെ തേർഡ് കൺട്രി എന്നാ പറയാം. പക്ഷെ ഇന്ത്യ ഇപ്പൊ അത് മാറി. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയാൽ പാവം ഇവിടുന്ന് അഗ്രിമെന്റ് വിസയിലായിരിക്കും അവിടെ ജോലിക്ക് പോയിട്ടുണ്ടാവുക. ഈ ജോലി എടുക്കുമ്പോഴോ വണ്ടി ഓടിച്ചു പോകുമ്പോഴോ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴോ ഒക്കെ എപ്പോഴെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവാം സാധ്യത എപ്പോഴും ഉണ്ട്. ആ ആക്സിഡന്റ് ഉണ്ടായാൽ ഇദ്ദേഹത്തിന് ബന്ധുക്കളില്ല, ഒറ്റ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല. വേഗം ആസ്പത്രി കൊണ്ടിടുന്നു. ആസ്പത്രിയിൽ ശരിയായ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അസുഖം വലിയ പരിക്കില്ലെങ്കിൽ തന്നെ വേഗം ആ വ്യക്തിയെ കൊല്ലാനുള്ള പണിയാണ് അവരെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? മയക്കിക്കെടുത്തിയിട്ട് ഈ കാണാൻ ചിലപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ അവിടെ ചെല്ലും. അപ്പൊ പറയും കാര്യം സീരിയസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്കും സങ്കടമായി. എന്നിട്ട് പിന്നെയും കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, അദ്ദേഹം വിളിച്ചു പറയും എല്ലാം പോക്കാണ്, വേണമെങ്കിൽ ഈ അവയവങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും, അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു കുടുംബത്തിലെ ഒരാളാണെങ്കിൽ സ്വാഭാവികമായി ആ പൈസ വാങ്ങിയിട്ട് അതിന് സമ്മതം കൊടുക്കും. അങ്ങനെ തട്ടിയെടുക്കുന്ന അവയവങ്ങൾ അവിടെ തന്നെ കച്ചവടം നടത്തുന്നു. ഇവിടെയും അതിന്റെ വേറെ രൂപത്തിൽ കച്ചവടം നടത്തുന്നു. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഗണപതി എന്ന ഡോക്ടർ സുപ്രീം കോടതിയിൽ പോയിട്ട്, അതായത് ഇവിടെ ബ്രെയിൻ ഡെത്ത് തീരുമാനിക്കുന്നത് ഈ സിസ്റ്റം ശരിയല്ല, ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് വേണമെന്നൊക്കെ ഫൈറ്റ് ചെയ്ത് കോടതിയിൽ നിന്ന് ഒരു ഓർഡറൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി പറഞ്ഞു ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സമിതി ഇപ്പൊ വെച്ചിട്ടുണ്ട്.
ഇത് ബ്രെയിൻ ഡെത്ത് എങ്ങനെ പ്രഖ്യാപിക്കണം, ഇതൊക്കെയാണ് വിഷയം. ഇതിനെയൊക്കെ ഞെട്ടിക്കുന്നവരുണ്ട്. അത് എസ് ഗണപതിയുടെ വേറെ റിപ്പോർട്ടാണ്. അതായത് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ട് 2015 മരിച്ചത് 76 പേരാ, 2016 മരിച്ചത് 72 പേരാണ്. ഈ ടോട്ടൽ ആൾക്കാരിൽ മുസ്ലിങ്ങളില്ല, മുഴുവൻ ഹിന്ദുക്കളാണ്. ഈ ഹോസ്പിറ്റൽ നടത്തുന്ന ഇതിന്റെ മുതലാളിമാർ, ഡോക്ടർമാർ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം ബിസിനസ്മാരാണ്. അപ്പോ ഈ എസ് ഗണപതി ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഇവിടുത്തെ സർക്കാർ, സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അത് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല? ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇഡി ആ വിഷയങ്ങളൊക്കെ എടുത്ത് ശരിയായ രീതിയിൽ തന്നെ ഇത് അന്വേഷിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ എസ് ഗണപതി പറഞ്ഞ ആ മരിച്ച ബ്രെയിൻ ഡെത്ത് നടക്കുന്നത് ഓൺലി ഫോർ അതർ കാസ്റ്റ്. എന്തുകൊണ്ട് പുള്ളി ചോദിക്കുക, ഈ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് മോട്ടോർ സൈക്കിളില്ലേ, അവർക്ക് എന്താ അപകടം ഉണ്ടാവില്ലേ? ഇതൊക്കെ വളരെ കാര്യമായ ചോദ്യമാണ്. ഇവിടെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ട് ഇതിനൊരു തീരുമാനം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, മെഡിക്കൽ ടൂറിസത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് അവയവദാനം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൂരമായ ഒരു കച്ചവടം, ഒരു ബിസിനസ് കേരളത്തിലെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ എന്നത് ഇഡി അന്വേഷിക്കുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.